ഇന്ന് മീൻ മേടിക്കാൻ പോയപ്പോൾ കൊഞ്ചാണ് കിട്ടിയതേ. ഫ്രഷ് കൊഞ്ചായിരുന്നു. ഞാനത് വെട്ടാനിരുന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ. കൊഞ്ചെല്ലാം വെട്ടിയെടുത്ത് ഞാൻ വിചാരിച്ചതൊരു തേങ്ങാക്കറി വെക്കാമെന്ന്. അപ്പം മുരിങ്ങയ്ക്ക ഇട്ട് തേങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങയ്ക്ക എല്ലാം അരിഞ്ഞു. പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും, പുളിക്ക് ഞാൻ ഇട്ടത് ഒരു പഴുത്ത കുടംപുളിയുടെ കുറച്ച് ഭാഗമാണ്. തക്കാളി ഇടുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒരു പുളി വേണേ. കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചു. തിളച്ചപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തേ. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാൻ മെഴുക്കുരട്ടി വെക്കാൻ എന്തുണ്ടെന്ന് നോക്കിയപ്പോൾ ബീൻസും ക്യാരറ്റും ഉണ്ടേ. അങ്ങനെ അത് മെഴുക്കുരട്ടി വെക്കാനായിട്ട് എടുത്തു. അപ്പോഴേക്ക് കറി തിളച്ചു. ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം. അപ്പോഴേക്കും മെഴുക്കുരട്ടിക്കെല്ലാം അരിഞ്ഞെടുത്തു. അത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം കൊണ്ടാട്ടമുളക് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഈ ചട്ടിയിൽ അതങ്ങ് വെച്ചാൽ എല്ലാത്തിനും കൂടി ഒരു ചട്ടി മതിയല്ലോ. അങ്ങനെ കൊണ്ടാട്ടമുളക് വറുത്തെടുത്തു. ആ ചട്ടിയിൽ തന്നെ കറിക്കൊന്ന് കടുകും വറുക്കണമായിരുന്നു. അങ്ങനെ കറിക്ക് കടുകും വറുത്തൊഴിച്ചു. അതിനകത്തേക്ക് മെഴുക്കുരട്ടി വെക്കാനുള്ളതെല്ലാം ഇട്ടു. മഞ്ഞൾപ്പൊടിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മെഴുക്കുരട്ടിയും റെഡിയാക്കി. പിന്നെ രാവിലെ മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പുരട്ടി വെച്ചിരുന്ന കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ അങ്ങ് വറുത്തെടുത്തേ. അപ്പോൾ ഇന്ന് സത്യത്തിലൊരു ലക്ഷറി ഊണാണ്. സാധാരണ ഞാൻ ഇത്രയും കറിയൊന്നും ഉണ്ടാക്കാറില്ല. 2 കറി ആണ് മാക്സിമം. ഒരു ഒഴിച്ചുകറി ഉണ്ടാവും, പിന്നെ ഒരു മെഴുക്കുരട്ടി ഉണ്ടാവും. ഇന്ന് എന്തായാലും ലാവിഷായിട്ട് കഴിക്കാം.